ഹായ് ഫ്രണ്ട്സ്, മേപ്പിൾ ലീഫ് ആൻഡ് വെള്ളക്കടിയിലേക്ക് സ്വാഗതം. യാത്രാ വീഡിയോ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ടൊറന്റോയിൽ നിന്നും 2 മണിക്കൂർ യാത്ര. ഒണ്ടാരിയോ പ്രൊവിൻസിലാണ് ഒട്ടാവ. ഞങ്ങൾ 5 മണിക്ക് യാത്ര ആരംഭിച്ചു. അതാ സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചാണ് പോയത്. ഹൈവേ വഴിയാണ് യാത്ര. മണിക്കൂറിൽ 100 കിലോമീറ്റർ കടന്നു പോകുന്ന സ്പീഡിലാണ് കാർ പോകുന്നത്. സമയം 8 മണി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടിം ഹോട്ടൻസിലേക്ക് പോകാം. ഫുഡ് കഴിക്കാനായി ഓപ്പൺ സ്പേസിൽ ധാരാളം ടേബിളുകളുണ്ട്. ഫുഡ് വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. എല്ലാവരും സമ്മർ ആയതുകൊണ്ട് ടൂർ പോകാൻ വന്നവരാണ്. ഫുഡ് കിട്ടാൻ കുറച്ച് താമസിച്ചു. 9 മണിയോടെ പിന്നെയും യാത്ര ആരംഭിച്ചു. പലതരം പാടങ്ങൾ, ഫാമുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചോളമുണ്ട്, ബീൻസ്, എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നു. കനോല കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എണ്ണ എടുക്കുന്നതാണ്. ആപ്പിൾ, മുന്തിരി തുടങ്ങിയ പഴത്തോട്ടങ്ങളും ഉണ്ട്. ഇതെല്ലാം ഹെക്ടർ കണക്കിനാണ് കൃഷി ചെയ്യുന്നത്. യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വിത്ത് നടിയിലും വളമിടിയിലും കളപറിക്കലും എല്ലാം. ചില കൃഷിസ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്നു. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 10,000 ഹെക്ടർ സ്ഥലത്താണ് ചോളം കൃഷി ചെയ്തിരിക്കുന്നത്. ഹൈവേയുടെ സൈഡ് ആയതുകൊണ്ട് കൃഷിസ്ഥലവും ഹൈവേയും വേർതിരിക്കാനേ പൊക്കം കുറഞ്ഞ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് കൃഷിസ്ഥലം കാണാൻ സാധിക്കാത്തത്. ഈ മരങ്ങളൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം കേട്ടോ. നമ്മൾ സിറ്റിയിലേക്ക് കടക്കുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. കാനഡയുടെ തലസ്ഥാനമാണല്ലോ. ആദ്യമേ നമ്മൾ പാർലമെന്റ് സന്ദർശിക്കാനാണ് പോകുന്നത്. 1/2 കിലോമീറ്റർ മുമ്പിലായി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. പിന്നെ പാർലമെന്റിലേക്ക് നടക്കുകയാണ്. ധാരാളം ആളുകൾ. എല്ലാവരും ഓടി ഓടി പോവുകയാണ്. പാർലമെന്റിന്റെ ഗ്രൗണ്ടിൽ പരേഡ് നടക്കുന്നുണ്ട്. 11:30 വരെ മാത്രമേ പരേഡ് ഉള്ളൂ. വലിയ വലിയ കെട്ടിടങ്ങളുടെ സൈഡ് വഴിയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ കാണുന്നതാണ് പാർലമെന്റ്. Please join us in the singing of O Canada. സമ്മറിൽ മാത്രമേ ഗാർഡ് ഓഫ് ചേഞ്ച് ഉള്ളൂ. ബ്രിട്ടീഷ് പാർലമെന്റിൽ രാജാവിന്റെ ഭടന്മാർ മാറുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ട്. ആ രീതി കാനഡയിലെ പാർലമെന്റിലും ഫോളോ ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് സെന്റീനിയൽ ഫ്ലെയിം. ഇത് കാണുമ്പോൾ വെള്ളത്തിൽ നിന്ന് തീ ഉയരുന്നതായി തോന്നും. കനേഡിയൻ കോൺഫെഡറേഷൻ രൂപീകരിച്ച് 100 വർഷം പൂർത്തിയായപ്പോൾ നിർമ്മിച്ച സ്മാരകമാണിത്.
നമ്മളിപ്പോൾ കാണുന്ന 125 മൈൽ നീളമുള്ള ഒരു കനാലിൻ്റെ തുടക്കമാണ്. 350 മീറ്റർ പോയാൽ അടിപൊളി ബോട്ട് യാത്രയുണ്ട്. 180 മീറ്റർ അകലെയാണെങ്കിൽ വൈറ്റ് ടൗൺ മ്യൂസിയവും ഉണ്ട്. കനാലിൻ്റെ അടുത്തായി ഒരു നല്ല ഹോട്ടലുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. മ്യൂസിയവും ബോട്ട് യാത്രയും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വീഡിയോ കണ്ടും കേട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.